التمسك بالأثر نجاه. السلام عليكم ورحمة الله وبركاته. إن شاء الله الحروف الهجائية അറബി അക്ഷരമാലയിലെ ലാം എന്ന ഹർഫിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇൻഷാ അല്ലാ ലാം വളരെ എളുപ്പത്തിൽ ഉച്ചരിക്കാൻ പറ്റുന്നൊരു ഹർഫാണ്. പക്ഷെ അതിൻ്റെ മഖ്റജ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ലാം പുറപ്പെടുന്ന ആ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിൻ്റെ തലയുടെ രണ്ട് അരിക് അതിൻ്റെ നേരെ എതിർമേലെ അണ്ണാക്കുമായി ചേർത്തുകൊണ്ട് ഉച്ചരിക്കുക. അദ്നൽ ഹാഫ മുതൽ മുൻതഹൽ ഹാഫ വരെ എന്നാ പറയുക. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ആ ഫോട്ടോ ശരിക്കും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ നാവിൻ്റെ തലയുടെ രണ്ട് അരിക് കണ്ടോ, മൊത്തത്തിലല്ല, ആ മഞ്ഞ ഭാഗം നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണാം. അങ്ങനെ അത്രയും ചേർത്തുകൊണ്ട് നേരെ മേലെ അണ്ണാക്കി ചേർക്കുമ്പോഴുള്ള ഫോട്ടോ ആണ് ഇപ്പുറത്തെ സൈഡിലുള്ള പല്ലായിട്ടുള്ളത്. അപ്പോൾ ല ലി ലു, ല ലി ലു, അല്ലാണ്ട് നാവിൻ്റെ തല മുഴുവനും ഉപയോഗപ്പെടുത്തുന്നില്ല. അരികാണ്, ആ മഞ്ഞ നിറമുള്ള സ്ഥലം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണ് നമ്മൾ ലാം ഉച്ചരിക്കേണ്ടത്. ല ലി ലു അൽ. ഇപ്പോൾ ഖുർആനിൽ ധാരാളം പദങ്ങൾ ലാമോട് കൂടി വന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഫദാലിക, ഫദാലി കസ്ർ, ലിഇലാഫി കസ്ർ. അതേപോലെ തന്നെ അലം, അലം തറ, അവിടെ ഫത്ഹോട് കൂടി വന്നു. സുക്കൂനോട് കൂടി അലം യജ്അൽ, അലം യജ്അൽ, കണ്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉച്ചരിക്കാൻ പറ്റുന്ന ഒരു ഹർഫാണ്. അപ്പോൾ അതിൻ്റെ മഖ്റജ് ഒന്ന് ശ്രദ്ധിക്കുക. പൊതു ആളുകൾ നാവ് മുഴുവൻ തല മുഴുവൻ ഉപയോഗിച്ച് കൊണ്ട് പറയേണ്ട ആവശ്യമില്ല. അരികാണ്, ആ മഞ്ഞ നിറമുള്ള ഭാഗം ശ്രദ്ധിക്കുക. അദ്നൽ ഹാഫ മുതൽ മുൻതഹൽ ഹാഫ വരെയാണ് പറയുക. അപ്പോൾ നമ്മൾ അറബി പറയാതെ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ ഫോട്ടോ സഹിതം തന്നെ ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ല ലി ലു. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.